തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ തിരുവള്ളൂരിലും റാണിപ്പേട്ടയിലും ഇന്ന് പ്രചാരണം നടത്താനെത്തും. തമിഴക വെട്രി കഴകം സംസ്ഥാന ഭാരവാഹി യോഗം ഇന്ന് തിരുച്ചിറപ്പള്ളിയിൽ ചേരുന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ കൂടുതൽ ചൂടും ചൂരും പകർന്ന് ചെന്നൈയിൽ നിന്ന് മനീഷ് മൂർത്തി തത്സമയം ചേരുന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്. എപ്പടി കാര്യങ്ങൾ? ഗുഡ് മോർണിംഗ്. എന്തായാലും അവസാന ലാപ്പിലേക്ക് എത്തുന്നു തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം എന്നുള്ളതാണ്. നേതാക്കളെല്ലാം തന്നെ കളത്തിലിറങ്ങി രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും ഒക്കെയായി കൃത്യമായി തന്നെ പ്രചാരണ രംഗത്തുണ്ട്. മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് രണ്ട് പരിപാടികളുള്ളത്. ഉച്ചയ്ക്ക് ശേഷമാണ് തിരുവള്ളൂരിലും അതുപോലെ തന്നെ വൈകിട്ട് 7 മണിക്ക് റാണിപ്പേട്ടയിലുമാണ് പ്രചാരണം നടത്തുന്നത്. പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമി ആണെങ്കിൽ കടലോര മേഖല തീരദേശ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡെൽറ്റ മേഖലയിലായിരുന്നു. ഇന്നിപ്പോൾ തീരദേശ മേഖല കേന്ദ്രീകരിച്ചാണ് പ്രചാരണം നടക്കുക. TVK അധ്യക്ഷൻ വിജയ്ക്ക് ഇന്നെന്തായാലും എവിടെയും പര്യടനമില്ല. പക്ഷേ തിരുച്ചിറപ്പള്ളിയിൽ അവർ ഒരു സംസ്ഥാന ഭാരവാഹികളുടെ യോഗം വെച്ചിട്ടുണ്ട്. ഈ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഏത് രീതിയിലായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായ ചർച്ചയാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ വിജയ് എന്തായാലും യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. പക്ഷേ ഓൺലൈനിൽ പങ്കെടുക്കാനുള്ളൊരു സാധ്യതയും എന്തായാലും പ്രവർത്തകർ പറയുന്നുണ്ട്. വരും ദിവസങ്ങളിൽ വിജയ് പരമാവധി ഇടങ്ങളിലേക്ക് ഇന്നലെയൊക്കെ ഈ കന്യാകുമാരിയിലൊക്കെ നടത്തിയതുപോലെയുള്ള റോഡ് ഷോയും സമാനമായ രീതിയിലുള്ള അനുമതികളൊക്കെ ചോദിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ രീതിയിൽ എന്തായാലും അവസാന ആഴ്ചയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അവസാന ആഴ്ചയാണ്. കൊണ്ടും കൊടുത്തുമൊക്കെ ഇങ്ങനെ മുന്നണികളും അതുപോലെ തന്നെ പാർട്ടികളും ഒക്കെ മുൻപോട്ട് പോവുകയാണ്. പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇതുവരെ നടത്തിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് എം കെ സ്റ്റാലിൻ പറയുന്നത്. പക്ഷേ ഇപ്പുറത്ത് DMK ആണെങ്കിലും TVK ആണെങ്കിലും വലിയ തോതിലുള്ള വിമർശനം എന്തായാലും DMKക്കെതിരെയൊക്കെ ഉന്നയിച്ചു കൊണ്ടുള്ള അല്ലെങ്കിൽ അവരുടെ അഴിമതി അതുപോലെ തന്നെ സ്വജനപക്ഷപാതം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രചാരണം എന്തായാലും മുൻപോട്ട് പോകുന്നത്. അവസാന ലാപ്പിലാണ് എല്ലാ മുന്നണികളും എല്ലാ സ്ഥാനാർത്ഥികളും വലിയ ആവേശത്തിൽ വലിയ പ്രചാരണത്തിൽ തന്നെയാണ് ഏറ്റവും ഒടുവിൽ ഈ ഒരു അവസാന ആഴ്ചയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.